സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് റദ്ദാക്കി കർണാടക ഹൈക്കോടതി. കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിലെടുത്ത കേസാണ് റദ്ദാക്കിയത്. ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഇതിന്റെ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നതാണ്. സ്റ്റേ ചെയ്യാനുണ്ടായ സാഹചര്യം ഈ കേസിൽ ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരുന്ന ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാണ്. തുടർന്നാണ് ഇന്നിപ്പോൾ ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത്. കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ പരാതി നൽകിയ പരാതിക്കാരൻ ഈ രഞ്ജിത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് വസ്തുതാപരമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം തന്നെ ബാംഗ്ലൂരിലുള്ള താജ് ഹോട്ടലിൽ വെച്ച് 2012 രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ താജ് ഹോട്ടൽ പണിതത് 2016 മാത്രമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ രീതിയിൽ പരാതി ഉണ്ടാകുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും തുടർന്ന് ഈ പരാതിയിൽ തന്നെ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ രഞ്ജിത്തിനെ കുറ്റവിമുക്തനാക്കി കോടതി ഉത്തരവിട്ടത്. ഈ നമുക്കറിയാം, മീറ്റു ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു നടിയുടെ പരാതി വന്നിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആരോപണം കോഴിക്കോട് സ്വദേശിയായ യുവാവ് ഉന്നയിച്ചിരുന്നത്. ഈ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി തുടങ്ങിയ കാര്യങ്ങൾ ഈ യുവാവ് ഉന്നയിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ ബാംഗ്ലൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളത് കൊണ്ട് അവിടെയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത്. അത് തുടർന്നാണ് ഈ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനുണ്ടായ സാഹചര്യം. ആദ്യഘട്ടത്തിൽ തന്നെ കോടതി ഇതിന്റെ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നതാണ്. ഇന്നിപ്പോൾ കോടതി കേസ് റദ്ദാക്കിയിരിക്കുന്നു. ശരി, സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് റദ്ദാക്കിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി.